ഞാനൊരു നാടകക്കാരനാ. പൈസയ്ക്ക് വേണ്ടി വേഷം കെട്ടിപ്പോയതാ സാറേ. ഞാൻ മാത്രമല്ല, ഇവരവന്റെ അമ്മയും പെങ്ങളും ഒന്നുമില്ല. ഞങ്ങളെല്ലാവരും പൈസയ്ക്ക് വേണ്ടി അഭിനയിക്കുന്നവരാ. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. കേട്ടല്ലോ, പേര് മുതൽ അമ്മ വരെ വ്യാജം. അന്ന് ഇവന്റെ പേരിൽ ഞങ്ങൾ കള്ളക്കേസ് ഉണ്ടാക്കിയെന്ന് എല്ലാവരും പറഞ്ഞു. മുൻപ് ജോലി ചെയ്തിരുന്ന ഓഫീസിലെ ആ പെൺകുട്ടി മരിച്ചത് ഇവൻ കാരണം തന്നെയാ. അങ്ങനെ ഇവനെതിരെ സംസാരിക്കുന്ന എല്ലാവരെയും ഇവൻ വകവരുത്തി. ഈ വിവാഹത്തിന് ഞാൻ എതിർത്തപ്പോ എന്നെ സഹായിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഇവൻ എന്നിൽ നിന്നും അകറ്റി. എന്റെ അനുപേടനെ മനഃപൂർവ്വം അപകടപ്പെടുത്തി ആശുപത്രിയിലാക്കി. കള്ളം പറഞ്ഞ് സന്ധ്യ ഡോക്ടറെ ബാംഗ്ലൂരിൽ വിളിച്ചു വരുത്തി അവരെ തട്ടിക്കൊണ്ടുപോയി പൂട്ടിയിട്ടു. പിന്നെ എന്റെ സച്ചേനെ ട്രാപ്പിലാക്കി ഉപദ്രവിച്ചു. നീ എന്ത് കരുതി? ഞങ്ങൾ എല്ലാവരും പാവങ്ങളായതുകൊണ്ട് എല്ലാവരെയും പറ്റിച്ച് നിനക്ക് സ്നേഹയെ സ്വന്തമാക്കി ഇവിടുത്തെ സ്വത്തുക്കളുടെ എല്ലാം അവകാശമായിട്ട് വാഴാന്നാ? ഞാൻ പറഞ്ഞല്ലേ നന്ദേട്ടനോട്, ഇവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ലാന്ന്. എല്ലാവരോടും ഞാൻ പറഞ്ഞില്ലേ? ഇങ്ങനെ എല്ലാവരും തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാ എല്ലാവരുടെയും കാല് പിടിക്കുന്ന പോലെ ഞാൻ പറഞ്ഞത്. ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തെളിവുള്ളതാ. ഇനി തെളിവില്ലാത്ത കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. നെല്ലിശ്ശേരി എന്ന വീട്ടിൽ ഇവനെ ഏറ്റവും കൂടുതൽ പറ്റിച്ചിട്ടുള്ളത് നന്ദേടനെ. അതുകൊണ്ട് അവസാനമായിട്ട് ഇവനോട് എന്തെങ്കിലും പറയാനോ ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിപ്പോ ആവാം. എന്നെ പറഞ്ഞു പറ്റിച്ചതിലുപരി നിന്നെയാ ഇവൻ കൂടുതൽ ചതിച്ചത്. സ്നേഹിച്ച് ചതിക്കുന്നതിനപ്പുറം ചങ്ക് തകരുന്ന മറ്റൊരു കാര്യമില്ല. നിന്റെ ജീവിതത്തെ, നിന്റെ സ്വപ്നങ്ങളെ മുഴുവനായി തകർത്തവനായവൻ. അടിക്കവനെ. അടിക്കാനല്ലേ പറഞ്ഞത്?